ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേഡ് അപ്പ് അക്കാദമിയിലേക്ക് സ്വാഗതം. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗം എന്ന് പറയുന്നത് റെസിസ്റ്റേഴ്സിനെ പറ്റി അല്ലെ. എന്താണ് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ കൺസെപ്റ്റ് പറഞ്ഞ് അതിനുശേഷം റെസിസ്റ്റേഴ്സ് സർക്യൂട്ടിൽ രണ്ട് രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ട്. റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സർക്യൂട്ട് ടു വേസ്. ഏതൊക്കെയാണ്? ഒന്ന് പാരലൽ കണക്ഷൻ, മറ്റൊന്ന് സീരീസ് കണക്ഷൻ. ഒന്ന് സമാന്തര രീതിയും മറ്റൊന്ന് ശ്രേണി രീതി അല്ലെ. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അതിനുശേഷം ആ സമാന്തര രീതിയും അതുപോലെ തന്നെ ശ്രേണി രീതിയും ആയിട്ട് ബന്ധപ്പെട്ട രണ്ട് പ്രോബ്ലം നമ്മൾ ചെയ്ത് ആ പ്രോബ്ലത്തിൽ നമ്മൾ എന്താ കണ്ടുപിടിച്ച അവസാനം സഫല പ്രതിരോധം അഥവാ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട മെത്തേഡ് പഠിച്ചല്ലേ. ഓക്കെ, നമ്മൾ സീരീസ് കണക്ഷനിൽ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് ചെയ്താൽ മതി? എല്ലാ റെസിസ്റ്റേഴ്സും പരസ്പരം ആഡ് ചെയ്താൽ മതി. സീരീസ് കണക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഒരു റെസിസ്റ്റൻസിന്റെ പുറകില് അടുത്ത റെസിസ്റ്റൻസ്, അതിന്റെ പുറകില് അടുത്ത റെസിസ്റ്റൻസ്, ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സീരീസ് കണക്ഷൻ അല്ലെ. പാരലൽ കണക്ഷനോ ഓരോ റെസിസ്റ്റൻസും പരസ്പരം പാരലായിട്ട് അല്ലെ. ഇതൊരു റെസിസ്റ്റൻസ് ആണെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് ഇതാ ഈ റെസിസ്റ്റൻസിൽ പാരലായിട്ട് വരും. ഇതാണ് പാരലൽ കണക്ഷൻ. ഓക്കെ, പാരലൽ കണക്ഷൻ ആണെങ്കിൽ എങ്ങനെയാണ് സഫല പ്രതിരോധം അഥവാ എഫക്റ്റീവ് റെസിസ്റ്റൻസ്? യെസ്, 1/R ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ഇതൊക്കെ നമ്മൾ പഠിച്ചു. നമ്മള് പരീക്ഷയ്ക്ക് ചിലപ്പോൾ എക്സാമിന് ആ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു പോയാലും ചിലപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻസ് ഇതാ ഈ ഒരു മോഡലിൽ വരും. ഈ ഒരു മോഡൽ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോ. എന്താ, ഓണത്തിന് ഏകദേശം ഒരു പൂക്കളം ഇട്ട പോലെ ഉണ്ട് അല്ലെ. നമ്മള് പൂവൊക്കെ ഇട്ട ഒരു രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടാവുക. ശ്രദ്ധിച്ചോ, എന്താ ശ്രദ്ധിക്കണം. ഇവിടെ രണ്ട് റെസിസ്റ്റേഴ്സ്, ഈ രണ്ടാൾക്കാർ എന്തിനുള്ളത്? പാരലൽ കണക്ഷൻ അല്ലെ, അഥവാ സമാന്തര രീതി. പക്ഷെ ഈ റെസിസ്റ്റൻസോ, ഈ റെസിസ്റ്റൻസ് ഈ രണ്ട് സമാന്തരമായിട്ടുള്ള ഈ റെസിസ്റ്റൻസിന് ആര് പുറകിലായിട്ട്. അപ്പൊ ഈ രണ്ടാമത്തെ റെസിസ്റ്റൻസ് എങ്ങനെയുള്ളത്? രണ്ടോമിന്റെ ഈ റെസിസ്റ്റൻസ് സീരീസിൽ അല്ലെ. ഒന്നും കൂടി പറയാം, രണ്ടാൾക്കാർ സമാന്തരം, ആ രണ്ടാൾക്കാർ സമാന്തരമായിട്ടുള്ള ആ റെസിസ്റ്റേഴ്സിന് സീരീസ് ആയിട്ടാണ് ഏതുള്ളത്? ഈ രണ്ടോം റെസിസ്റ്റൻസ്. ഓക്കെ, ഇനി ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാ, ഇവിടെ എത്ര ആൾക്കാർ സമാന്തരം ഉണ്ട്? ഇതാ 1, 2, 3 അല്ലെ. 3 റെസിസ്റ്റൻസ് സമാന്തരം ഉണ്ട്, പാരലുണ്ട്. ആ 3 റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്തതിന് സീരീസ് ആയിട്ട് ആരും കൂടി ഉണ്ട്? 5 ഓം ഉള്ള റെസിസ്റ്റൻസ്. ഓക്കെ, നമുക്കപ്പോ ഈ ഒരു ക്വസ്റ്റ്യന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കണം ശ്രദ്ധിച്ചോ. ഞാനിവിടെ ചെയ്യേണ്ട മെത്തേഡ് എന്താണെന്ന് പറയാൻ പോകും. അതായത് ഇവിടെ എത്ര പാരലൽ കണക്ഷൻ ഉണ്ട് നോക്കുക. പാരലൽ കണക്ഷൻ എത്രയുണ്ട്? എങ്ങനെയാണ് പാരലൽ കണക്ഷൻ കണ്ടുപിടിക്കേണ്ടത് ശ്രദ്ധിച്ചോ. നമ്മൾ കറണ്ട് ഒരു സർക്യൂട്ടിലേക്ക് പോകുമ്പോൾ കറണ്ട് ഏതെങ്കിലും ഒരു സ്പോട്ടിൽ നിന്ന് സ്പ്ലിറ്റ് ആയി, അതായത് അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ജംഗ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു പാരലൽ കണക്ഷൻ ഉണ്ടാവും. അപ്പൊ ശ്രദ്ധിച്ചോ, കറണ്ട് ഇത് ഇവിടെ കൂടി ഇങ്ങനെ ഒഴുകി അല്ലെ. ഫസ്റ്റ് I എന്ന് പറഞ്ഞ ഒരു കറണ്ട് പോയി. ഈ I എന്ന് പറഞ്ഞ കറണ്ട് ഇവിടെ എത്തി എന്താ സംഭവിക്കുക? യെസ്, ഇവിടെ എത്തിയാൽ ഈ കറണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഈ കറണ്ടിന് പോകാൻ രണ്ട് വഴിയുണ്ട് അല്ലെ. ഒരു വഴി ഇതിലെ കൂടിയും ഒരു വഴി ഇതിലെ കൂടിയും. ഓക്കെ ആണല്ലോ. അപ്പൊ രണ്ട് വഴിയുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് കറണ്ട് എന്താവും? രണ്ട് കറണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. ഒന്ന് I1 എന്ന് പറഞ്ഞ കറണ്ട് ആവും, പിന്നെ ഒന്ന് I2 എന്ന് പറഞ്ഞ കറണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഒരു ജംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ജംഗ്ഷന് അക്രോസ് ആയിട്ട് ഏത് കണക്ഷൻ ഉണ്ടാവുക? പാരലൽ കണക്ഷൻ. എന്താ കാരണം? കറണ്ട് സ്പ്ലിറ്റ് ആകുന്നുണ്ട്. കറണ്ട് സ്പ്ലിറ്റ് ആകുന്നുണ്ട്, വ്യത്യസ്ത കറണ്ടിന്റെ വില ഓരോന്നും വ്യത്യസ്തമാണെങ്കിൽ അവിടെ എന്ത് കണക്ഷൻ ആയിരിക്കും? പാരലൽ കണക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതാ ഒരു ജംഗ്ഷൻ എത്തി, ജംഗ്ഷനിൽ കറണ്ട് സ്പ്ലിറ്റ് ആയതുകൊണ്ട് ഈ രണ്ട് റെസിസ്റ്റൻസും പാരലൽ കണക്ഷൻ. ഇനി ഇതാ കറണ്ട് ഇവിടെ എത്തി, ഇവിടുന്ന് വീണ്ടും യോജിച്ച് ഇതാ I ആയിട്ട് തിരിച്ചു പോയി. ഇനി ഇവിടെ കറണ്ട് I തന്നെ ഇതിലേക്ക് കൂടി പോകുമ്പോൾ ഈ രണ്ടാൾക്കാരുടെ റെസിസ്റ്റൻസിന് ഈ 2 ഓം റെസിസ്റ്റൻസ് എന്തായിട്ട് മാറും? സീരീസ് കണക്ഷൻ അല്ലെ. അപ്പൊ ഞാനിതിന്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കാൻ ശ്രദ്ധിച്ചോ. എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് വെച്ചാൽ, നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് ഫസ്റ്റ് തന്നെ നമ്മൾ ഈ രണ്ട് റെസിസ്റ്റേഴ്സ്, ഈ 2 ഓമിന്റെ രണ്ട് പാരലായിട്ട് കണക്ട് ചെയ്ത റെസിസ്റ്റൻസിന്റെ ഒരു എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഉണ്ടാവല്ലോ. അതായത് ഈ രണ്ടാൾക്കാർ കാരണം ഒരു എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഉണ്ടാവല്ലോ. അതിന്റെ ഉത്തരം എത്രയാണ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് തന്നെ ഇതാ ഈ ഒരു പാർട്ടിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ് ആദ്യം കണ്ടുപിടിക്കുക. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദിസ് പാർട്ട്, ഈ പാർട്ടിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പൊ എന്ത് ചെയ്യാ, ഞാൻ ഇതിനെ ആദ്യം എന്ത് ചെയ്യുന്നില്ല, ആലോചിക്കുന്നില്ല. ഞാൻ ആരെ മാത്രം ആദ്യം കൺസിഡർ ചെയ്യും? ഈ രണ്ടാൾക്കാരെ മാത്രം കൺസിഡർ ചെയ്യും. ഈ രണ്ടാൾക്കാർ എന്തിലുള്ളത്? പാരലൽ കണക്ഷൻ അല്ലെ, സമാന്തര രീതി. സമാന്തര രീതി ആണെങ്കിൽ ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ തന്നെ യെസ് 1/R ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2. ഇത് R1 ആണ്, ഇത് R2 ആണെന്ന് വിചാരിച്ചാൽ അപ്പൊ എന്ത് വരും? 1/R ഈക്വൽ ടു 1/2 പ്ലസ് 1/2. എന്താ വരിക? 1/2 പ്ലസ് 1/2. യെസ്, ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണെങ്കിൽ മുകളിലത്തെ അംശങ്ങൾ തമ്മിൽ നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാം. 1 + 1 2/2 ഈക്വൽ ടു 1 ഓം. എന്താ ശ്രദ്ധിച്ചേ,
ഇവിടെ 1 ഓം കിട്ടി അല്ലെ, നമുക്ക് 1/R ആണ് 1 ഓം കിട്ടി. അപ്പൊ R ഈക്വൽ ടു എന്തെങ്കിലും 1 ഓം അല്ലേ. ഓക്കെ, R ഈക്വൽ ടു 1 ഓം. അതായത് രണ്ട് റെസിസ്റ്റേഴ്സ് 2 ഓം ഉള്ള രണ്ട് റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്തപ്പോൾ ഈ ഒരു രണ്ടാൾക്കാരെയും കൊണ്ടുള്ള ഈ സർക്യൂട്ടിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? 1 ഓം. അതായത് ഈ രണ്ടാൾക്കാരെയും കൊണ്ട് ഈ ഒരു ഭാഗത്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിട്ട് മാറി? 1 ഓം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഈ രണ്ടാൾക്കാരുമായി ഞാൻ പുതിയൊരു ഫിഗർ വരക്കുന്ന നോക്കിക്കോ. ഈ രണ്ടാൾക്കാർ കാരണമുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാന്ന് പറഞ്ഞാൽ 1 ഓം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാൾക്കാർ കാരണമുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എനിക്ക് 1 ഓം ഇവിടെ മാർക്ക് ചെയ്യാലോ, തെറ്റില്ലല്ലോ. ഓക്കെ, അതിനുശേഷം ഇതിന്റെ പുറകിൽ ആരുണ്ട്? ഇതാ നേരത്തെയുള്ള 2 ഓം ഉണ്ട് അല്ലേ, 2 ഓം. അത് നമ്മൾ ഒഴിവാക്കാൻ പാടില്ലേ. നമ്മൾ ഇതിന്റെ ആൻസർ ഇവിടെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ്? ആദ്യം ഇതിനെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, ഇത് മാത്രം കണ്ടുപിടിച്ച് അതിനുശേഷം ഇതിന്റെ ഒരു എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചതിന് ശേഷം അത് നേരത്തെയുള്ള ആളുമായിട്ട് യോജിപ്പിച്ച് ഇതാ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് 1 ഓം കിട്ടി. ആ 1 ഓം ഈ നേരത്തെയുള്ള 2 ഓം ആയിട്ട് കണക്ട് ചെയ്തു. ഇനി ഈ രണ്ടാൾക്കാർ എന്തിലുള്ളത്? യെസ്, ഈ രണ്ട് റെസിസ്റ്റേഴ്സ് എന്തിലുള്ളത്? സീരീസ് കണക്ഷൻ അല്ലെ. സീരീസ് കണക്ഷൻ ആണെങ്കിൽ നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാ, ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എനിക്ക് കണ്ടുപിടിക്കണം. എഫക്റ്റീവ് റെസിസ്റ്റൻസ് അഥവാ സഫല പ്രതിരോധം എന്ത് വരും? R ഈക്വൽ ടു R1 പ്ലസ് R2 അല്ലെ. ഇതല്ലേ നമ്മൾ പഠിച്ച R1 ഈക്വൽ ടു R1 പ്ലസ് R2. അപ്പൊ ഇവിടെ 1 ഉണ്ട് പ്ലസ് ഈ റെസിസ്റ്റൻസ് 2. അപ്പൊ 1 പ്ലസ് 2 3 ഓം. നോക്കിയാ, അതായത് എന്ത് നമുക്ക് മനസ്സിലാവാം? ഈ 3 റെസിസ്റ്റേഴ്സ് 2 ഓമുള്ള 3 റെസിസ്റ്റൻസ് ഈ ഒരു പാറ്റേണിൽ കണക്ട് ചെയ്താൽ ഇതിപ്പോ ഞാൻ ഒരു സർക്യൂട്ട് ആയിട്ട് കൺസിഡർ ചെയ്തു. ഇവിടെ ഒരു സർക്യൂട്ട് ഉണ്ടെന്ന് വിചാരിച്ചോ, ഒരു സർക്യൂട്ട്, ഇവിടെ ഒരു സ്വിച്ച്, ഇവിടെ വേണമെങ്കിൽ ഒരു ബൾബ് വെച്ച് അങ്ങനെ കണക്ട് ചെയ്താൽ ഈ സർക്യൂട്ടിൽ ഈ 3 ആൾക്കാരെയും കൊണ്ടുണ്ടാകുന്ന ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? 3 ഓം. അങ്ങനെ പഠിക്കണ്ട. ഓക്കെ അല്ലേ? 3 റെസിസ്റ്റേഴ്സ് കൊണ്ടുണ്ടാകുന്ന ശരിക്കുള്ള ഈ സർക്യൂട്ടിൽ അനുഭവിക്കുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ്, കൃത്യമായിട്ടുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് 3 ഓം. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇവിടെ എന്തായിരിക്കും ചെയ്യേണ്ട മെത്തേഡ് നോക്കിയാൽ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പാരലൽ കണക്ഷൻ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക അല്ലെ. ഇവിടെ പാരലൽ കണക്ഷൻ ഉണ്ട് എവിടെയെങ്കിലും? ഉണ്ട്. എവിടെയുള്ളത് നോക്കിയാ? നമ്മളെ കറണ്ട് ഇത് പോകുന്നതാണ്. കറണ്ട് വീട്ടിൽ ഇങ്ങനെ പോയി ഈ കറണ്ട് ഇവിടെ എത്തിയാൽ ഒരു ജംഗ്ഷൻ എത്തി അല്ലെ. ഏത് ജംഗ്ഷനിൽ എത്തിയത്? ഇവിടെ. ഈ ജംഗ്ഷനിലെത്തിയ കറണ്ടിന് ഓട്ടോമാറ്റിക്കായിട്ട് എത്ര വഴിയുണ്ട്? 1, 2, 3 വഴി അല്ലെ. അപ്പൊ 3 വഴിയിൽ എന്ത് ചെയ്യും? കറണ്ട് സ്പ്ലിറ്റ് ആവും. കറണ്ട് എവിടെയാണോ സ്പ്ലിറ്റ് ആകുന്നത് അവിടെ ജംഗ്ഷൻ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ജംഗ്ഷൻ അക്രോസ് ആയിട്ട് ഏത് കണക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് കണക്ട് ചെയ്താണെങ്കിൽ യെസ് പാരലൽ കണക്ഷൻ ആയിരിക്കും. ജംഗ്ഷൻ വരുമ്പോൾ കണക്ഷൻ ഏതാണ്? പാരലൽ കണക്ഷൻ. ഇനി ആ പാരലൽ കണക്ഷൻ ഇതാവും. 3 ആൾക്കാർ ഇങ്ങനെ വന്ന് ജംഗ്ഷൻ ഇവിടെ ക്ലോസ് ആയി തിരിച്ചിങ്ങോട്ടേക്ക് പോകുമ്പോൾ വേറെ അതിന്റെ പിറകിൽ ആരുണ്ട്? യെസ് 5 ഓം റെസിസ്റ്റൻസ് ഉള്ള ഒരാൾ ഈ 3 ആൾക്കാർക്കും ഒരു സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എങ്ങനെ കണ്ടുപിടിക്കുക? ഇതിന്റെ ഫസ്റ്റ് തന്നെ ഞാൻ ഇതിനെ മൈൻഡ് ആക്കൂല. ഇതവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ കാര്യത്തിൽ മാത്രം നമുക്ക് ചെയ്യാൻ എങ്ങനെ ചെയ്യാം? ഇത് 3 ആൾക്കാരും പാരലൽ കണക്ഷൻ പാരലൽ കണക്ഷൻ അഥവാ സമാന്തര രീതി അല്ലെ. ഈ 3 ആൾക്കാരും സമാന്തര രീതിയിലുള്ളത്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്താൽ മതി? സമാന്തര രീതിയിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അഥവാ സഫല പ്രതിരോധം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാലോ. എന്താ ഇക്വേഷൻ? എന്തായിരുന്നു? 1/R ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ഇപ്പൊ ഞാൻ കൺസിഡർ ചെയ്യുന്ന ആരെ മാത്രമാണ്? ഈ ആൾക്കാർ മാത്രമാണ്. ഇയാളെ മാത്രം കൺസിഡർ ചെയ്തു. ഇവനെ ഞാൻ മൈൻഡ് ആക്കുന്നില്ല. ഇവൻ അവിടെ തന്നെ നിൽക്കട്ടെ. ഈ 3 ആൾക്കാർ മാത്രം അവിടെ ചെയ്തു. ഇതിന്റെ ഉത്തരം ഞാൻ ഇവിടെ മായ്ക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതിന്റെ ആൻസർ ഒന്നുകൂടി ഇവിടെ മാറ്റി എഴുതാം. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അഥവാ സഫല പ്രതിരോധം എന്ന് പറയുന്നത് എത്രയായിരുന്നു? R ഈക്വൽ ടു 3 ഓം അല്ലെ. 3 ഓം ആയിട്ട് ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, നമ്മളിനി ഇതിന്റെ ചെയ്യാൻ പോകുന്നതാണ്. ശ്രദ്ധിച്ചോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇതിനെ മൈൻഡ് ആക്കേണ്ട ആരെ മാത്രം? ഈ 3 ആൾക്കാർ മാത്രം ചെയ്തു. ഈ 3 ആൾക്കാർ ചെയ്യുമ്പോൾ എന്താ വരിക? യെസ് 1/R ഈക്വൽ ടു 1/3 പ്ലസ് 1/3 പ്ലസ് 1/3 എന്ത് വരും? 1/R ഈക്വൽ ടു അടിയിലത്തെ ഛേദങ്ങളെല്ലാം സെയിം അല്ലെ. അടിയിലത്തെ ഡിനോമിനേറ്ററെല്ലാം സെയിം ആണെങ്കിൽ മുകളിലത്തെ എല്ലാവരും ഡയറക്റ്റ് നമുക്ക് ആഡ് ചെയ്യാലോ. അപ്പൊ എന്ത് വരും? 3/3. 3/3 ഇക്വേഷൻ 3/3 ആൻസർ 1 അല്ലേ. 1 ഓം വരും. അപ്പൊ R ഈക്വൽ ടു എന്തായിരിക്കും? 1 ഓം. ഇതാണ് ഉത്തരം. അല്ല,
എന്താ കാരണം ഈ R = 1 ohm എന്ന് പറയുന്നത് എന്താ ഈ മൂന്നാൾക്കാർക്ക് തുല്യമായിട്ടുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ്. പക്ഷേ ഈ 1 ohmന്റെ കൂടെ ആരും കൂടി ഉണ്ട്, ഒരു 5 ohm റെസിസ്റ്റൻസ് ഇതിന്റെ പുറകിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇയാളെ മൈൻഡ് ആക്കണം, ഇയാളെ പരിഗണിക്കണം. നമ്മളിപ്പോ നമ്മളെ സൊല്യൂഷൻ ഉത്തരം എളുപ്പാക്കേണ്ടിട്ട് ആദ്യം എന്ത് ചെയ്ത് ഇവനെ ഒഴിവാക്കിയിട്ട് ഇതെല്ലാം ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ട് എങ്ങനെ മാറ്റി വരക്കാം? ഈ 3 പാരലലായിട്ട് കണക്ട് ചെയ്ത റെസിസ്റ്റൻസിനെ അടക്കം എന്ത് ചെയ്യാം, മാറ്റിയിട്ട് ഇവിടെ ഇതിന് തുല്യമായിട്ടുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാ? 1 ohm അല്ലെ? 1 ohm ഇതിന് തുല്യമായിട്ടുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അതെങ്ങനെ മാറ്റി വരക്കാം? ശ്രദ്ധിച്ചോ, ഇതിന് 3 ആൾക്കാർ ഞാൻ മാറ്റി. ഈ 3 ആൾക്കാർക്ക് തുല്യമായിട്ടുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെ കിട്ടി 1 ohm ആണ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാം മാറ്റിച്ച് ഇത് 1 ohm. ഇനി അതിന്റെ പുറകിൽ ആരെ കണക്ട് ചെയ്തിട്ടുണ്ട്? യെസ്, 5 ohm ഉള്ള റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 റെസിസ്റ്റൻസ് അല്ലെ? ഈ 2 റെസിസ്റ്റൻസിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇതെന്താ കണക്ഷൻ? ഇതെന്താ കണക്ഷൻ? ഈ 2 റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? സീരീസ് കണക്ഷൻ അഥവാ ശ്രേണി രീതി അല്ലെ? ശ്രേണി രീതിയിലാണെങ്കിൽ എങ്ങനെയായിരിക്കും? R = R1 + R2. അപ്പൊ എന്ത് വരും? 1 + 5 എന്താ വരിക? 6 ohm. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട് ഈസ് 6 ohm. അതായത് ഞാൻ ഈ ഒരു സർക്യൂട്ട് ഒരു സെല്ലിലോ അല്ലെങ്കിൽ ബാറ്ററിയിൽ കണക്ട് ചെയ്ത സർക്യൂട്ട് കണക്ട് ചെയ്താണെങ്കിൽ ഈ 4 റെസിസ്റ്റേഴ്സും കാരണം സർക്യൂട്ടിൽ കിട്ടുന്ന ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? 6 ohm, 6 ohm. ഓക്കെ അല്ലേ? നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ടേക്ക് കടക്കുകയാണ്. ഇത് 3ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ന് ചെയ്ത് നമ്മുടെ 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ റെസിസ്റ്റേഴ്സിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ചോദിച്ചു. മിക്കവാറും കുട്ടികൾ വിചാരിക്കുന്നത് ഈ 4 റെസിസ്റ്റേഴ്സ് എങ്ങനെ ഉണ്ടാവുന്ന പാരലൽ കണക്ഷൻ ആണ് അല്ലെ? ഒന്ന് നമ്മൾ ഇത്രയും നേരം പഠിച്ച ആ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ഒരു ടിസ്റ്റുമാണ്, ചെറിയൊരു ടിസ്റ്റാണ്. ആ ചിത്രത്തിൽ ചെറിയൊരു പാറ്റേൺ അല്ലെങ്കിൽ ആ വയറിന്ന് നേരെ ഒന്ന് പിടിച്ചിങ്ങനെ വലിച്ചു അന്നേരമുള്ള ചിത്രമാണ് ഇത്. ചെറിയൊരു മാറ്റമുള്ളൂ. ശ്രദ്ധിച്ചേ, നമ്മൾ പറഞ്ഞ ഒരു സർക്യൂട്ടിലെ പാരലൽ കണക്ഷനും സീരീസ് കണക്ഷനും ആദ്യം ഉണ്ടോ നോക്കുക അല്ലെ? എത്ര പാരലൽ കണക്ഷൻ ഉണ്ട്, എത്ര സീരീസ് കണക്ഷൻ ഉണ്ട് നോക്കുക. എന്നിട്ട് സീരീസ് കണക്ഷൻ നമ്മൾ അവിടെ തൽക്കാലത്തേക്ക് ഒന്ന് മറച്ചു വെച്ചിട്ട് പാരലൽ കണക്ഷന്റെ കാര്യത്തിലുള്ള ഒരു തീരുമാനമാക്കുക. തീരുമാനമാക്കിയതിനു ശേഷം എന്ത് ചെയ്യുക, ആ സീരീസും പാരലൽ കണക്ഷന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസും ചെയ്തതിനു ശേഷം സോൾവ് ചെയ്യും. അങ്ങനെ നമുക്ക് ആ സർക്യൂട്ടിന്റെ കംപ്ലീറ്റ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടുമെന്ന് പഠിച്ചു. ഓക്കെ, ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചാ, ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നോക്കോ. നമുക്കിവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ നമ്മൾ പാരലൽ കണക്ഷൻ ആണോ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ കറണ്ട് എവിടെന്നെങ്കിലും സ്പ്ലിറ്റ് ആണെന്ന് നോക്കുക. ഏതെങ്കിലും ഒരു ജംഗ്ഷൻ ഉണ്ടോ? ഇവിടെ എത്ര ജംഗ്ഷൻ ഉണ്ട്? 1, 2 ഇതെല്ലാം ജംഗ്ഷൻ ആണോ? 3, 4 എന്ന് പറഞ്ഞാൽ ഇത് ജംഗ്ഷൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണെന്ന് നോക്കോ, 1, 2 ഈ 2 ജംഗ്ഷൻ ഉണ്ട് അല്ലെ? ഇതാ കറണ്ട് ഇത് എവിടെ നിന്ന് ഇങ്ങനെ പോയി ഈ ഒരു ജംഗ്ഷനിൽ എത്തിയോടെ കറണ്ട് എന്ത് സ്പ്ലിറ്റ് ആയി. ഇവിടെ I1 എത്തി, ഇവിടെ I2 എത്തി. അപ്പൊ ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ കറണ്ട് എന്ത് ചെയ്ത് 2 വഴിയിലോട്ടേക്ക് സ്പ്ലിറ്റ് ആയി പോയി. ഇനി ആ കറണ്ട് ഇത് ഇവിടെ എത്തി. ഇവിടെ എത്തിയിട്ട് കറണ്ട് സ്പ്ലിറ്റ് ആകുന്നില്ല. കറണ്ട് ഇവിടുന്ന് സ്പ്ലിറ്റ് ആകുന്നില്ല. എന്നാ സംഭവിക്കുന്നുള്ളൂ, ജസ്റ്റ് ആ വയറിന്ന് ഇങ്ങനെ ഒടിഞ്ഞിട്ടുള്ള അത്രേ ഉള്ളൂ അല്ലെ? ഇതാ ഒരു സർക്യൂട്ട് ഉണ്ട്. ആ സർക്യൂട്ട് ഇങ്ങനെ വെക്കേണ്ടതിന് പകരം നമ്മൾ എങ്ങനെ വെച്ച് ഇങ്ങനെ വെക്കേണ്ട സർക്യൂട്ട് ഉണ്ട്. പക്ഷെ എങ്ങനെ വെച്ചത് ഇങ്ങനെ വെച്ചെന്നുള്ളൂ. അപ്പൊ ഇതൊരു ജംഗ്ഷൻ ആയിട്ട് പരിഗണിക്കുക ഇല്ല. ഇത് നേരെ നമുക്ക് ഈ സർക്യൂട്ട് ശരിക്കും ഇങ്ങനെയുള്ളത്, ഇത് നേരെ ഇങ്ങനെയുള്ളത്. ഈ സർക്യൂട്ടിന്റെ നടുക്ക് ഞാൻ ഒരു ചെറിയൊരു ലിഫ്റ്റ് കൊടുത്തിട്ട് ഇതാ ഇതിങ്ങനെ ആയിപ്പോയി. അങ്ങനെയാണ് ഇതൊരു റെസിസ്റ്റൻസ്, ഇതൊരു റെസിസ്റ്റൻസ്. ഈ 2 റെസിസ്റ്റൻസ് അപ്പൊ എന്ത് കണക്ഷനിലുള്ളത്? ഈ സീരീസ് കണക്ഷൻ നോക്കിയാൽ ഇതിനെ ഞാൻ ഒന്ന് നേരെ സ്ട്രൈറ്റ് ആക്കി വെച്ചാൽ എങ്ങനെ ഉണ്ടാവാ? അയ്യോ, ഇതിനെ ഞാൻ നേരെ ഇങ്ങനെ സ്ട്രൈറ്റ് ആക്കി വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവാ? ഇതൊരു സീരീസ് കണക്ഷനിലല്ലേ ഉണ്ടാവാ അല്ലെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചാ നമുക്ക് ഇവിടെ സീരീസ് കണക്ഷൻ എങ്ങനെയാ പോകുന്നത് നോക്കോ. കറണ്ട് ഇവിടെ എത്തി, ഇവിടുന്ന് കറണ്ട് ഇങ്ങോട്ടേക്ക് വന്നു അല്ലെ? ഇങ്ങനെ വന്ന് ഇവിടുന്ന് കറണ്ട് ഇങ്ങോട്ടേക്ക് പോയി. അപ്പൊ ഇത് I1 കറണ്ടാണ്. ഇനി ഇവിടെയുള്ള I2 കറണ്ട് ഇവിടെ എത്തി അല്ലെ? ഇത് ജംഗ്ഷൻ ആണോ? അല്ല. എന്താ, ജസ്റ്റ് ഒരു ഒടിവ് മാത്രമല്ല, നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ ഇതും വരിക. ഇവിടുന്ന് കറണ്ട് ഇങ്ങോട്ടേക്ക് ഒഴുകി ഇവിടെ I2 അല്ലെ? ഇത് തിരിച്ച് I2. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റേഴ്സ് എല്ലാം എങ്ങനെയുള്ളത് നോക്കിയാ. ഞാൻ ഈ ചിത്രത്തിനെ ജസ്റ്റ് ഒന്ന് മാറ്റി വരക്കുന്നതാണ്. ശ്രദ്ധിച്ചോ, എങ്ങനെ മാറ്റി വരക്കുന്ന നോക്കോ. ഫസ്റ്റ് തന്നെ നമ്മളെ കറണ്ട് I എന്ന് പറഞ്ഞ കറണ്ട് ഇതിലേക്ക് കൂടി പോയി. ഓക്കെ ആണല്ലോ? ആ കറണ്ട് എത്തിച്ച് 2 വഴി വന്ന്, ഒന്ന് ഇത് വഴി, ഒന്ന് ഇത് വഴി. ഇത് I1 പോയി, ഇത് I2 പോയി. ഓക്കെ, I എന്ന് പറഞ്ഞ കറണ്ട് ഒന്ന് I1 വഴി പോയി, ഒന്ന് I2 വഴി പോയി. അതിനുശേഷം ആ I1 എന്ന് പറഞ്ഞ കറണ്ട് 2 റെസിസ്റ്ററിലോട്ട്. ഒന്നാമത്തെ റെസിസ്റ്റർ ആരാ? യെസ്, 3 ohm അല്ലെ? ആ 3 ohm കഴിഞ്ഞിട്ട് ആ കറണ്ട് ഇവിടെ സ്പ്ലിറ്റ് ആകുന്നുണ്ടോ? ഇല്ല, സ്പ്ലിറ്റ് ആകുന്നില്ല. തുടർച്ചയായിട്ട് അതിന്റെ പുറകിലുള്ള അടുത്ത റെസിസ്റ്റൻസ് ആരാ? യെസ്, 3 ohm. ഇങ്ങനെ പോയി അല്ലെ? ഓക്കെ, ആ കറണ്ട് ഇങ്ങനെ വന്ന് തിരിച്ച് വേറൊരു വഴിയിലോട്ടേക്ക് ഇങ്ങോട്ട് പോയി. അതേ കേസിൽ ഇനി I2 കറണ്ട് നോക്കിയാ, ഇങ്ങനെ വന്ന് കറണ്ട് 3 ohm എത്തി. ഇതാ കറണ്ട് ഇവിടെ എത്തി. അതിനുശേഷം ഇങ്ങോട്ടേക്ക് അടുത്ത റെസിസ്റ്റൻസിലേക്ക് പോയി. അടുത്ത റെസിസ്റ്റൻസ് ഇങ്ങനെ എത്തി. ഓക്കെ, അതിനുശേഷം കറണ്ട്
ഒരു ജംഗ്ഷനിലെത്തിയിട്ട് I2 ഇത് I1 എന്തായി I ആയിട്ട് പോയി അല്ലേ. അപ്പോൾ I കറണ്ട് എന്ത് ചെയ്ത് I1 I2 വെച്ച് ഒരു ജംഗ്ഷന് സ്പ്ലിറ്റായി ഇങ്ങനെ പോയി. ഇവിടുന്ന് സ്പ്ലിറ്റ് ആകുന്നുണ്ടായില്ല, സ്പ്ലിറ്റ് ആയിട്ടില്ല, അടുത്ത റെസിസ്റ്ററിലോട്ടേക്ക് പോയി, ഇവിടുന്ന് ഇതായി ഒരുമിച്ച് പിന്നെ I ആയിട്ട് തിരിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കും ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ ശ്രദ്ധിച്ചോ. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ പാരലൽ കണക്ഷൻ ഏതെല്ലാം നോക്കുന്നതിന് പകരം എന്ത് ചെയ്ത് ഫസ്റ്റ് എന്ത് ചെയ്ത് ഈ രണ്ടാൾക്കാർ എന്തിലുള്ളത് സീരീസ് കണക്ഷൻ ഉള്ളത് അല്ലേ. അപ്പോൾ ഈ രണ്ടാൾക്കാരുടെ കാരണം ഈ രണ്ട് റെസിസ്റ്റേഴ്സും സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് ഈ രണ്ടാൾക്കാരുടെ കാരണം എന്ത് ചെയ്യും ഒരു എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ. ആ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും, എങ്ങനെ ചെയ്യാം, സീരീസ് ആണെങ്കിൽ 3+3 അല്ലേ, രണ്ടും പരസ്പരം ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഈ രണ്ടാൾക്കാർ ആഡ് ചെയ്യുമ്പോൾ ഇത് 3+3 ഈക്വൽ എന്തുവരും 6 ഓം വരും അല്ലേ, 6 ഓം. അപ്പോൾ ഈ രണ്ട് എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ പുതിയൊരു എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയിട്ട് എന്തുവരും 6 ഓം വരും. ഓക്കെ, അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു, ഇതാ 6 ഓം. ഇനി അടുത്തതാരാ, ഇതല്ലേ ഈ രണ്ടാൾക്കാർ, ഇതും 3 ഓം ആണ്. ഈ രണ്ടാൾക്കാരും 3 ഓം സീരീസിലുള്ളത്. അപ്പോൾ എന്ത് വരും 3 ഓം + 3 ഓം 6 ഓം അല്ലേ. യെസ്, 6 ഓം. ഓക്കെ ആണല്ലോ. ഇനി ഈ രണ്ട് 6 ഓം എങ്ങനെയുള്ളത്, ഈ രണ്ട് 6 ഓമും പാരലൽ അല്ലേ, രണ്ട് 6 ഓം പാരലൽ ഉള്ളത്. അപ്പൊ എന്താ ചെയ്യാ, പാരലൽ കണക്ഷൻ ആണെങ്കിൽ എന്താ പറഞ്ഞത്, യെസ് എന്ത് ചെയ്യണം, നമ്മള് 1/R = 1/R1 + 1/R2 ചെയ്യണം അല്ലേ. ഓക്കെ, 1/R = 1/R1 + 1/R2, 1/R = 1/R1 + 1/R2. അങ്ങനെയാണെങ്കിൽ എന്താ നോക്കിയാ, ഈ രണ്ട് റെസിസ്റ്റേഴ്സ് പാരലൽ ആയതുകൊണ്ട് 1/R = 1/6 + 1/6, രണ്ട് ഡിനോമിനേറ്റർ സെയിം ആകുമ്പോൾ എന്ത് വരും ഈക്വൽ ടു മുകളിലത്തെ രണ്ടാൾക്കാർ 2/6. ഞാനിതൊന്ന് മാറ്റി തരുന്നതാണ് ഇവിടെ. ഓക്കെ, 1/R = നമുക്ക് എന്ത് കിട്ടി 2/6 = 1/3 എന്ന് കിട്ടി. അപ്പോൾ 1/R = 1/3 കിട്ടി. നമ്മളോട് ചോദിച്ചത് 1/R കണ്ടുപിടിക്കാനാണോ, അല്ല, എന്താ കണ്ടുപിടിക്കേണ്ടത്, R അല്ലേ. R = എന്ത് ചെയ്യണം, നേരെ ഇതിനെ തലതിരിച്ചിടും. അപ്പോൾ എന്ത് വരും 3 ഓം. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാനിതാ ഇത്രയും റെസിസ്റ്റൻസ് ഈ 4 റെസിസ്റ്റൻസ് 3 ഓം ഉള്ളത് ഇങ്ങനെ കണക്ട് ചെയ്താൽ ഇതിന്റെ മൊത്തം എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയിട്ട് എത്ര കിട്ടിയതാകാം, യെസ് 3 ഓം അല്ലെ. മൊത്തം ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര 3 ഓം. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പാരലൽ കണക്ഷൻ അഥവാ റെസിസ്റ്റേഴ്സ് പ്രതിരോധങ്ങൾ സമാന്തര രീതിയിൽ കണക്ട് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ഒരു ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം, സഫല പ്രതിരോധം അഥവാ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ശ്രദ്ധിച്ചോ, ഫസ്റ്റത്തെ കേസിൽ ഞാൻ പറഞ്ഞത് രണ്ട് റെസിസ്റ്റേഴ്സ്, when two resistors are connected in parallel, രണ്ട് റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ. ശ്രദ്ധിച്ചോ, ഇത് ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കണം എന്നില്ല. നിങ്ങൾക്ക് 1/R = അത് വെച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യാം. ജസ്റ്റ് പെട്ടെന്ന് നമുക്ക് ഡയറക്റ്റ് ആൻസർ പെട്ടെന്ന് സ്പീഡ് കിട്ടേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് എന്നുള്ളൂ. വേറെ ഇതിനധികം ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നില്ല. ഓക്കെ ആണല്ലോ. when two resistors are connected in parallel. Okay, when two resistors are connected in parallel, രണ്ട് പ്രതിരോധങ്ങൾ നമ്മൾ സമാന്തര രീതിയിൽ കണക്ട് ചെയ്താണ്. ഉദാഹരണത്തിന് R1 R2. ഓക്കെ, ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ പഠിച്ച പ്രകാരം എന്തേലും 1/R = 1/R1 + 1/R2 അല്ലേ. ഓക്കെ, ഇത് നമ്മളെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ പ്രകാരം ഞാൻ ചെയ്യുന്ന. അപ്പൊ ഇത് ഇവിടെ പോവും, ഇത് ഇങ്ങോട്ടേക്ക് പോവും, ഇത് തമ്മിൽ ഗുണിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ എന്ത് വരും 1/R = R1 + R2 /R1 × R2 എന്ന് വരും അല്ലെ. R1 ഗുണിക്കണം R2. ഓക്കെ, അപ്പൊ 1/R = R1 + R2 /R1 R2 ആണെങ്കിൽ R = എന്തായിരിക്കും, നമുക്ക് സഫല പ്രതിരോധം R അല്ലേ. 1/R ചേർന്ന് പറഞ്ഞ് R-നെ കണ്ടുപിടിക്കണം. R ആണ് എന്ത് ചെയ്യണം, ഇതിന്റെ ഉത്തരത്തിൽ നമ്മുടെ തലയിരിച്ചിട്ട് വേണ്ടേ. അങ്ങനെ എന്ത് വരും R = R1 R2 /R1 + R2 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇതാണ് ഇക്വേഷൻ. When two resistors are connected in parallel, the effective resistance can be obtained from the direct equation R = R1 R2 /R1 + R2. ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രദ്ധിച്ചു, ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നു. രണ്ട് റെസിസ്റ്റേഴ്സ് ഓക്കെ ആണല്ലോ. രണ്ട് റെസിസ്റ്റൻസ്, ഒന്നാമത്തെ റെസിസ്റ്റൻസ് ഇപ്പൊ 40 ഓം ആണുള്ളത്, മറ്റേത് 20 ഓം ഉള്ളത്. ഓക്കെ, ഒന്നാമത്തെ റെസിസ്റ്റർ 40 ഓമും
രണ്ടാമത്തെ റെസിസ്റ്റർ 20 ഓം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാൾക്കാരും കൊണ്ടുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് R ഈക്വൽ ടു നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 അല്ലെ? ഇതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. R1 40, R2 20. R1 ഉം R2 ഉം കിട്ടിയിട്ടുണ്ട് അല്ലെ? 40 ഉം 20. അങ്ങനെയാണ് ഞാനിത് ഇക്വേഷനിൽ കൊടുക്കുന്നതാണ്. R1 എത്ര? 40 ഇൻറ്റു R2 എത്ര? 20 ഡിവൈഡ് ബൈ 40 പ്ലസ് 20 എത്ര വരിക? യെസ് 60 അല്ലെ? 40 പ്ലസ് 20 60. ഓക്കെ ആണല്ലോ? 40 പ്ലസ് 20 60. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് നോക്കിയാ, ഇതാ ഇതിവിടെ ക്യാൻസലായി, ഒരു 0 ക്യാൻസൽ അല്ലേ? ഈ 2 R-ൽ 3 പ്രാവശ്യം. അപ്പൊ ആൻസർ എന്ത് വരും? R ഈക്വൽ ടു 40/3 എന്ന് വരും. 40/3. ഇത് സോൾവ് ചെയ്ത് എത്ര കിട്ടും? ഇത് സോൾവ് ചെയ്ത് പോയിന്റ് വരും അല്ലേ? പോയിന്റ് വരുമ്പോൾ 1.33 ഓം വരും ആൻസർ. സോറി 1.3 അല്ല, 13.33. 13.33 ഓം ആയിരിക്കും ആൻസർ വരിക. ഹരിച്ചു നോക്കിയാൽ ഓക്കെ ആണല്ലോ. നമ്മൾ ഇവിടെ നേരത്തെ 1/R 1/40 പ്ലസ് 1/20 ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്ത് ഡയറക്റ്റ് ഇക്വേഷൻ. എന്താ ഇക്വേഷൻ? R ഈക്വൽ ടു R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുത്ത്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് when 2 resistors are connected in parallel ന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നത്? when 3 resistors are connected in parallel. നമ്മൾ 3 റെസിസ്റ്റേഴ്സിന്റെ കേസ് എടുക്കും. ഇത് മറന്നു പോരാ, ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഡയറക്റ്റ് നമുക്ക് 2 റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുത്താൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ഇക്വേഷൻ എടുത്താൽ നമുക്ക് ഡയറക്റ്റ് ആ റെസിസ്റ്റേഴ്സിന്റെ വാല്യൂ ആ ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടും. ഓക്കെ, നമ്മൾ വെൻ 2 വരെ എത്ര റെസിസ്റ്റൻസ് എടുക്കുന്നത്? യെസ് 3 റെസിസ്റ്റേഴ്സ് അല്ലേ? 3 resistors are connected in parallel. ഓക്കെ ആണല്ലോ? 3 റെസിസ്റ്റേഴ്സ് പാരലൽ കണക്ട് ചെയ്താൽ കിട്ടുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ്. നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം അല്ലേ? R എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നോക്കിക്കോ, നമ്മളെ സർക്യൂട്ട് ഇങ്ങനെ വരും അല്ലേ? ഓക്കെ, R1 R2 R3. ഓക്കെ, എന്ത് ചെയ്യുന്നത്? നമ്മൾ 3 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുന്നതാണ്. അതിന് പാരലായിട്ട് കണക്ട് ചെയ്താൽ കിട്ടുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ശ്രദ്ധിച്ചോ. നമ്മൾ നോർമലായിട്ട് പഠിച്ച ഇക്വേഷൻ എന്തേലും 1/R ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 അല്ലേ? ഇതാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ച ഇക്വേഷൻ. അതിന് പകരം ഞാനിതാ ഈ 3 ആൾക്കാരെ പരസ്പരം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അത് സോൾവ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം എന്താ ശ്രദ്ധിച്ചോ? R ഈക്വൽ ടു R1 R2 R3. ഇതിന്റെ അർത്ഥം R1 ഗുണിക്കണം R2 ഗുണിക്കണം R3. R1 ഇൻറ്റു R2 ഇൻറ്റു R3. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത് ശ്രദ്ധിച്ചേ. R1 R2 പ്ലസ് R2 R3 പ്ലസ് R1 R3. ഇത് ചില ആൾക്കാർക്ക് ഈ താഴത്തെ ഡിനോമിനേറ്റർ പഠിച്ചേക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് എളുപ്പത്തിൽ പഠിക്കേണ്ട മെത്തേഡ് ശ്രദ്ധിച്ചോ. ഇവിടെ R1 ഉണ്ട് R2 ഉണ്ട്, പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ പഠിക്കാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. മുകളിൽ ഈ തന്ന 3 റെസിസ്റ്റൻസ് എന്ത് ചെയ്യുക? ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. R1 ഗുണിക്കണം R2 ഗുണിക്കണം R3. ഓക്കെ ആണല്ലോ? താഴത്തെ ഡിനോമിനേറ്റർ വരുന്ന എങ്ങനെ ശ്രദ്ധിച്ചോ. ചെയ്ത് എങ്ങനെ വരും? ചില ഫസ്റ്റ് തന്നെ R1 R2 ഗുണിച്ച ഉത്തരം പ്ലസ്, പിന്നെ R2 R3 ഗുണിച്ച ഉത്തരം പ്ലസ്, പിന്നെ ആരെ ബാക്കിയുള്ളത്? R1 R3 അല്ലെ? R1 R2 ഗുണിച്ച ഉത്തരം പ്ലസ് R2 R3 ഗുണിച്ച ഉത്തരം പ്ലസ് R1 R3. അപ്പോൾ എല്ലാവരും പരസ്പരം ഗുണിച്ചിട്ടുണ്ട്. അത് ഓർത്താൽ മതി. ഛേദം വരുമ്പോൾ എന്ത് ചെയ്യും? എല്ലാവരും പരസ്പരം ഗുണിക്കും. അപ്പൊ ഇതിന്റെ ബേസിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എങ്ങനെയാ നോക്കാം? 3 റെസിസ്റ്റേഴ്സ് ഞാൻ എടുത്ത്. ഒന്നാമത്തെ റെസിസ്റ്റർ 6 ഓം വിചാരിക്കുന്നത്. രണ്ടാമത്തെ റെസിസ്റ്റർ 4 ഓം. പിന്നെ മൂന്നാമത്തെ റെസിസ്റ്റർ ഞാൻ എടുക്കുന്നത് 3. ഓക്കെ ആണല്ലോ? ഈ 3 റെസിസ്റ്റേഴ്സ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ 3 റെസിസ്റ്റൻസ് കൊണ്ടുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? എന്താ വാല്യൂ എങ്ങനെയാണ്? R ഈക്വൽ ടു R1 R2 R3 അല്ലെ? R1 R2 R3 ഇത് R1 ഇത് R2 ഇത് R3 അല്ലെ? അങ്ങനെയാണെങ്കിൽ എന്ത് വരും? യെസ് 6 ഇൻറ്റു 4 ഇൻറ്റു 3 ഹോൾ ഡിവൈഡ് ബൈ, പിന്നെ R1 R2 എന്ത് വരും? 6 ഇൻറ്റു 4 പ്ലസ് അടുത്തയോ R2 R3 ആരെ വരുക? 4 ഇൻറ്റു 3 പ്ലസ്, പിന്നെ അടുത്തയോ R1 R3 6 ഇൻറ്റു 3. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് എന്താ വരിക നോക്കിയോ? എത്ര വരിക?
4 × 3 12 അല്ലേ? 12 × 6 എത്ര വരും? 72. 12 × 6 72. ഇനി ഇതെന്താ വരും അടിയിൽ? താഴത്തെ ഡിനോമിനേറ്റർ 6 × 4 6 × 4 24 പ്ലസ് 4 × 3 12 പ്ലസ് അടുത്ത ആരാ? 6 × 3 18. ഓക്കെ, ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 12 ഉം 18 ഉം 30 അല്ലേ? 30 24 54. അപ്പോൾ എന്ത് വരും? 72/54. ഓക്കെ, 72/54 വരും. അത് ഞാനൊന്ന് ഷോർട്ടാക്കി എഴുതുന്നതാണ്. ശ്രദ്ധിച്ചോ, R = 72/54. ഇതെങ്ങനെയെങ്കിലും നമുക്ക് ചുരുക്കാൻ പറ്റുക, ഷോർട്ടാക്കാൻ പറ്റുമോ നോക്കിക്കോ. 72-ലും 54-ലും കോമൺ ആയിട്ട് പോകുന്ന ഏതെങ്കിലും ഒരു സംഖ്യ ഉണ്ടാ? ഏതെങ്കിലും ഒരു ഗുണിതത്തിൽ വരുന്ന സംഖ്യകളാണ് 72 54. ആരെയാണ്? 9 അല്ലേ? 9 ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 72 കിട്ടുന്നുണ്ട്. 9 വേറെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 54 കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും? 9 × 8 ആണ് 72 അല്ലേ? 9 × 8 72. ഓക്കെ, അപ്പോൾ 8 വരും. താഴത്ത് 9 × 6 ആണ് 54. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ 9 കൊണ്ട് ഹരിച്ചതാണ് പറഞ്ഞത്. 72-ൽ 9 8 പ്രാവശ്യം, 72-ൽ 54-ൽ 9 6 പ്രാവശ്യം. ഇനി ഇത് വീണ്ടും ചുരുക്കാൻ പറ്റുമോ? ചുരുക്കാൻ പറ്റും. എങ്ങനെ നോക്കിയേ? 8 ഉം 16 അല്ലേ? സോറി, 8 ഉം 6 അല്ലേ? 8/6 എന്നുള്ളത് 8-ലും 6-ലും കോമൺ ആയിട്ട് പോകുന്ന ആരുള്ളത്? 8-ലും 6-ലും ആരാ ഉണ്ടാവുക? യെസ്, 2 പോലെ 2 പോകുമ്പോൾ എന്താ വരിക? 4/3 വരും. 4/3. 4/3. ഇനി ഇത് ഹരിച്ച് നമുക്ക് എന്ത് കിട്ടും? ഉത്തരം 4/3 ഹരിച്ചുമ്പോൾ ആൻസർ 1.3 ഓം കിട്ടും അല്ലേ? 1.3 ഓം ആയിരിക്കും ഉത്തരം വരിക. അപ്പോൾ ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R = എന്ത് വരും? 1.3 ഓം. റെഡി അല്ലേ? 1.3 ഓം. അപ്പോൾ നമ്മളെങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് ആ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയും ചെയ്യാം. യെസ്, എങ്ങനെ ചെയ്യാം? 1/R = 1/R1 + 1/R2 + അപ്പോൾ 1/6 + 1/4 + 1/3 വെച്ചും ചെയ്യാം. തെറ്റൊന്നുമില്ല. അതിന്റെ ഒരു ഡയറക്റ്റ് ഇക്വേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ അല്ലേ? ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇതൊരു മെത്തേഡ് എന്നേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ റെസിസ്റ്റേഴ്സിന്റെ ഏകദേശം ക്വസ്റ്റ്യൻസ് എല്ലാം കവർ ചെയ്ത് ഇനി റെസിസ്റ്റേഴ്സിന്റെ കുറച്ച് കാര്യങ്ങൾ. റെസിസ്റ്റൻസ് എന്താ, പ്രതിരോധം എന്താന്ന് പറഞ്ഞല്ലോ നമ്മൾ. റെസിസ്റ്റൻസ് എന്താന്ന് പറഞ്ഞേ? എന്താ റെസിസ്റ്റൻസ്? യെസ്, ഇറ്റ് ഈസ് ദ ബ്ലോക്കേജ് ഓഫ് കറണ്ട് വെൻ കറണ്ട് പാസസ് ത്രൂ എ സർക്യൂട്ട് അല്ലേ? ഒരു സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ആ വൈദ്യുതിക്ക് മുകളിൽ സർക്യൂട്ട് കൊടുക്കുന്ന തടസ്സം, അതാണ് എന്ത്? പ്രതിരോധം. ഓക്കെ, ഇനി പ്രതിരോധം എന്തെല്ലാമായിട്ടാണ് ബന്ധപ്പെട്ടെന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ കുറച്ച് കാര്യങ്ങൾ, ഫാക്ടേഴ്സ്, എന്തൊക്കെ കാര്യങ്ങളാണ് ബന്ധപ്പെട്ടത്? ഫാക്ടേഴ്സ് affecting resistance. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ്, അതായത് പ്രതിരോധം എന്തൊക്കെ കൊണ്ട് മാറാം, അല്ലെ എന്തൊക്കെ കാരണങ്ങളാണ് പ്രതിരോധത്തിന് പ്രധാനമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു സർക്യൂട്ട് ശ്രദ്ധിച്ചോ, ഇതാണ് ഒന്നാമത്തെ സർക്യൂട്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു മെറ്റൽ പീസ് എടുക്കും, ഇത് വേറെ അടുത്തൊരു മെറ്റൽ പീസ്. ഓക്കെ ആണല്ലോ? ശ്രദ്ധിച്ചേ, നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ രണ്ട് മെറ്റൽ പീസും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും അല്ലെ. ഈ ഇലക്ട്രിസിറ്റി ഇതിലെ കൂടി ഞാൻ ഒരു I എമൗണ്ട് ഓഫ് കറണ്ട് രണ്ടിടയ്ക്കും കൊടുത്തു. ഈ രണ്ട് കണ്ടക്ടറിലും ഞാൻ ഇലക്ട്രിസിറ്റി കൊടുത്താൽ ഇവിടെ വൈദ്യുതി പ്രവഹിക്കും, അതായത് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത് ഏറ്റവും ഈസി, അതായത് സുഗമമായിട്ട് കടന്നു പോകുന്നത്, ഈസി ആയിട്ട് കടന്നു പോകുന്ന ഏത് സർക്യൂട്ടിലായിരിക്കും, ഏത് കണ്ടക്ടറിലായിരിക്കും? ഇതിലാണോ ഇതിലാണോ? നോക്കിക്കോ, ഇതിലെ കൂടി ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്ന, ഇതിലെ കൂടി ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോൾ ഇത്രയും ഈ ഒരു ചെറിയൊരു സ്ഥലത്ത് തന്നെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ പോകാൻ. പക്ഷെ ഇവിടുന്ന് കറണ്ട് ഫ്ലോ ചെയ്ത് കുറേ സ്ഥലമുണ്ട് അല്ലെ, കുറേ ഫ്രീ ആയിട്ടുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ എന്ത് ചെയ്യാം? സുഗമമായിട്ട് പോകാം. ഓക്കെ അല്ലേ? ഇപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട് എങ്ങനെയുള്ളത്, കുറച്ച് കുട്ടികൾ ഒരു പാലെല്ലാം ക്രോസ് ചെയ്യുന്ന ഒരു ചിത്രമുണ്ട്, ഒരു കാർട്ടൂൺ ചിത്രമുണ്ട്. ഇവിടെ എങ്ങനെയുണ്ടാവുന്ന വെച്ചാൽ ഇതാ ഒരു നദീതീരമുണ്ട്, ആ നദീതീരത്തിൽ ഇങ്ങനെ കുറച്ച് പാലെല്ലാം ഉണ്ട്. ആ പാലത്തിന്റെ വീതി കൂടുന്ന സമയം എന്താ സംഭവിക്കുക? കുറെ ആൾക്കാർക്ക് സുഖമായിട്ട് പോകും അല്ലെ. ഇനി വീതി കുറഞ്ഞ സമയമാണെങ്കിലോ എല്ലാവർക്കും കുറെ ആൾക്കാർക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല, ബുദ്ധിമുട്ടല്ലേ. അപ്പൊ കുറച്ച് ആൾക്കാർക്ക് പോകാൻ പറ്റും. ഇതെങ്ങനെയാ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കാൻ ശ്രദ്ധിച്ചോ. അതായത് നമ്മളൊരു കണ്ടക്ടർ കൺസിഡർ ചെയ്താൽ ആ കണ്ടക്ടറിന്റെ ഈ ഒരു സെക്ഷൻ കണ്ട, നമ്മളൊരു കണ്ടക്ടർ എടുത്ത ഇപ്പൊ ഈ ഒരു സെക്ഷൻ, ഇപ്പൊ ഇതൊരു കണ്ടക്ടർ അല്ലെ. ഈ ഒരു കണ്ടക്ടറിന്റെ ഈ ഒരു സെക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ.
എന്താ പറയാ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇതിപ്പോ ഒരു മെറ്റൽ റോഡാണെങ്കിൽ ഇതിന്റെ ഈ ഒരു ഭാഗമാണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ ആണല്ലോ. ഛേദതല പരപ്പളവ്, മലയാളത്തിൽ എന്താ പറയാ, ഛേദതല പരപ്പളവ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ. ഒരു കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതായത് ഒരു കണ്ടക്ടറിന്റെ തടി തിക്നെസ് കൂടി കൂടി വരുന്ന, അപ്പൊ എന്ത് കറണ്ടിന് ഫ്ലോ ചെയ്യാനുള്ള വഴി കുറച്ച് കൂടും അല്ലെ. അതായത് കറണ്ട് സുഗമമായിട്ട് കടന്നു പോകും, ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് എളുപ്പത്തിൽ കടന്നു, ഈസി ആയിട്ട് എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പൊ തടസ്സം കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടക്ടറിന്റെ തടി കൂടുന്നതിനനുസരിച്ച് തടസ്സം കുറയും അല്ലെ. അപ്പൊ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് യെസ് കുറയല്ലേ ചെയ്യാം, റെസിസ്റ്റൻസ് കുറയും. അപ്പോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ ഒരു കണ്ടക്ടറിന്റെ തടി കൂടി അല്ലെങ്കിൽ തിക്നെസ് കൂടി, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടി, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, ആ കണ്ടക്ടറിലുള്ള റെസിസ്റ്റൻസ് കുറയും. റെസിസ്റ്റൻസ് കുറയുന്നതുകൊണ്ട് കറണ്ട് സുഗമമായിട്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. അപ്പൊ റെസിസ്റ്റൻസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എങ്ങനെയാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ അല്ലെ. റെസിസ്റ്റൻസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ. അപ്പൊ ഈ ഭാഗത്തിന് നമ്മൾ എന്ത് പറയും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അതായത് ഛേദതല വിസ്തീർണം അല്ലെ, പരപ്പളവ്, ഛേദതല പരപ്പളവ്. ഓക്കെ ആണല്ലോ, ഛേദതല പരപ്പളവ്. when area of cross section increases, when area of cross section increases, resistance എന്ത് സംഭവിക്കുക, റെസിസ്റ്റൻസ് ഡിഗ്രീസസ്. യെസ്, ഡിഗ്രീസസ് അല്ലെ, റെസിസ്റ്റൻസ് ഡിഗ്രീസസ്. ഛേദതല വിസ്തീർണം പരപ്പളവ് കുറയുമ്പോൾ, സോറി ഇൻക്രീസ് അല്ല, കൂടുമ്പോൾ, ഛേദതല പരപ്പളവ് കൂടുമ്പോൾ പ്രതിരോധം കുറയുന്നു. ഫ്രം ദീസ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഒരു കണ്ടക്ടർ, ഒരു മെറ്റലിന്റെ അല്ലെങ്കിൽ ഒരു ചാലകത്തിന്റെ ഛേദതല വിസ്തീർണം റെസിസ്റ്റൻസുമായിട്ട് എങ്ങനെയാണ്, വിപരീത അനുപാതത്തിലാണ്. ഒരു ചാലകത്തിന്റെ പ്രതിരോധം ആ ചാലകത്തിന്റെ ഛേദതല പരപ്പളവിന് വിപരീത അനുപാതത്തിലായിരിക്കും. പരപ്പളവ് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. ഓക്കെ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു സിമ്പൽ ഇവിടെ എടുത്തത്. എങ്ങനെയാ പറയാ, ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എഴുതുന്നത് എങ്ങനെയാണ്, നമ്മൾ അതിനെ നേരെ ഡിവൈഡ് ബൈ 1 എന്ന് എഴുതി. അതിന്റെ അർത്ഥം എന്താണ്, ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്താ അതിന്റെ അർത്ഥം, യെസ് ഇത് കൂടുന്ന സമയം ഇത് കുറയും. ഓക്കെ അല്ലേ, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കൂടുന്ന സമയം ഇത് കുറയും. ഇതാണ് നമ്മളെ അതിന്റെ കൺസെപ്റ്റ്. ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കുന്ന കാര്യം എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ ബേസ് ആണ്. ലെങ്ത് നമ്മളപ്പോ അടുത്ത കൺസിഡർ ചെയ്യുന്ന ആരാണ്, ലെങ്ത്. ഓക്കെ, ലെങ്ത്തിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാം, എന്താ ശ്രദ്ധിച്ചോ. ഓക്കെ, ശ്രദ്ധിച്ചോ. നമ്മൾ ഒരു മെറ്റൽ പീസ് എടുത്ത്, ഓക്കെ, ഈ രണ്ട് മെറ്റൽ പീസിനും സെയിം തിക്നെസ് അഥവാ സെയിം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്താ ഈ ഭാഗം അല്ലെ. അപ്പൊ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സെയിം ആണ്. ഇത് രണ്ടും സെയിം ആണ്. പക്ഷെ എന്ത് വ്യത്യാസം, യെസ് ലെങ്ത് ഡിഫറെന്റ് അല്ലെ. ലെങ്ത് ഇതിന്റെ L1 ലെങ്ത് ആണെങ്കിൽ ഇതിന്റെ L2 രണ്ട് ലെങ്ത് മാറ്റാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ലെങ്ത് ആയിരിക്കാം, യെസ് ഓഫ് കോഴ്സ് മുകളിലത്തെ അല്ലെ. L1 ലെങ്ത് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസിന്റെ കാര്യം ഈ ലെങ്തുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് നോക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. എന്താ, അതായത് കറണ്ടിനുള്ള ഫ്ലോ അല്ലെ, കറണ്ടിന്റെ ഫ്ലോ ആണ് ഇലക്ട്രിസിറ്റിക്കുള്ള തടസ്സത്തിന് നമ്മൾ എന്താ പറയാ, പ്രതിരോധ റെസിസ്റ്റൻസ് പറയും. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ കറണ്ട് ഇതിലെ കൂടി ഫ്ലോ ചെയ്യുമ്പോൾ ഈ കറണ്ടിന് എവിടെയെല്ലാം തടസ്സം അനുഭവപ്പെടും, ഇവിടുന്ന് മുതൽ ഇവിടെ വരെ അനുഭവപ്പെടും അല്ലെ. അപ്പൊ തടസ്സം ലെങ്ത് കൂടുന്നതിനനുസരിച്ച് എവിടെയെല്ലാം തടസ്സം വരുന്നുണ്ട്. പക്ഷെ ഇതിന് നോക്കിയാട്ടെ, ഇതിലെ കൂടി ഫ്രീ ഇലക്ട്രോൺ പോകുമ്പോൾ തടസ്സം എത്ര വരെ ഉള്ളൂ, ഇതാ ഇത്ര വരെ തടസ്സമുള്ളൂ. അതിനുശേഷം തടസ്സം ഉണ്ടോ, ഇല്ല. അപ്പൊ ലെങ്ത് കൂടുമ്പോ എന്നാ സംഭവിക്കുന്നത്, അത്രയും നീളം വരെയുള്ള തടസ്സം കൂടുന്നാണ് അല്ലെ. ഇതാ ഇവിടുന്ന് ഇത്ര വരെ ലെങ്ത് ഉണ്ട്, ആ ലെങ്ത്തിൽ ഇത്രയും നേരം ഉണ്ടാവും കറണ്ടിന് തടസ്സം ഉണ്ടാവും. ഇവിടെ ലെങ്ത് കുറവാകുമ്പോൾ കറണ്ടിന്റെ തടസ്സം എന്ന് പറയുന്നത് എത്ര വരെയും, ഇവിടുന്ന് മുതൽ ഇവിടെ വരെ ഉണ്ടാവുക. അപ്പൊ ലെങ്ത് കൂടുന്ന സമയം റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. When length of a conductor increases, resistance also increases. അപ്പോൾ നമുക്ക് എന്ത് പറയാ, ലെങ്ത്തും റെസിസ്റ്റൻസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയാം അല്ലെ. ഡയറക്ട്ലി പ്രൊപ്പോർഷൻ. When length increases, resistance also increases. Therefore, we can conclude that resistance is directly proportional to length.
ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. ഓക്കെ ആണല്ലോ? ലെങ്ത് അതുപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനിതാ ഈ രണ്ടാൾക്കാരെയും കമ്പൈൻ ചെയ്യുന്നതാണ്. ലെങ്തിനെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഒരുമിച്ച് എഴുതുന്ന, ഈ രണ്ടാൾക്കാരെയും ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ട് എഴുതുന്ന. എങ്ങനെ എഴുതാൻ ശ്രദ്ധിച്ചോ? ഇതൊന്ന് ഞാൻ വായിക്കുന്നതാണ്. എങ്ങനെ എഴുതുക? ഫസ്റ്റ് തന്നെ ലെങ്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആരാണ്? എൽ അല്ലേ? ശരിയാണല്ലോ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. ഓക്കെ. ഫസ്റ്റ് തന്നെ റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് കണ്ടക്ടർ. ഇനി പിന്നെ ആയിരിക്കാന്ന്? പിന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലെ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പൊ ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനും പിന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ. അങ്ങനെയാണ് ഞാൻ കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെ എഴുതാം? ആർ പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ എന്ന് എഴുതാം അല്ലെ? ആർ പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ. ഓക്കെ ആണല്ലോ? For resistance of a conductor is directly proportional to length of the conductor and is inversely proportional to area of cross section of the conductor. ഒരു ചാലകത്തിന്റെ പ്രതിരോധം ആ ചാലകത്തിന്റെ നീളത്തിന് നേരനുപാതത്തിലും ആ ചാലകത്തിന്റെ ഛേദതല വിസ്തീർണത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. ഓക്കെ അല്ലേ? ഇതാണ് റെസിസ്റ്റൻസിന്റെ ഫസ്റ്റ് കേസ്. ഫാക്ടേഴ്സ് എന്തെല്ലാം ഫാക്ടേഴ്സ്? നമ്മൾ ഏതെല്ലാം ഫാക്ടേഴ്സ് എടുത്തത്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പിന്നെ ലെങ്ത് ഓഫ് കണ്ടക്ടേഴ്സ്, രണ്ട് ഫാക്ടേഴ്സ്. ഓക്കെ. ഇനി നമ്മൾ ഇത്രയും കാലം കാണാത്തൊരു സിമ്പിൾ ഇതല്ലേ, അനുപാതിക ചിഹ്നം എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി സൈൻ. ഓക്കെ ആണല്ലോ? ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ എടുക്കുക? ഇല്ല, എടുക്കൂല. അതിന് പകരം ആരെ എടുക്കുക? യെസ്, നമ്മൾ ഈക്വൽ ടു സൈൻ എടുക്കുക അല്ലെ? ഈക്വൽ ടു സൈൻ എടുക്കുക. അപ്പൊ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ എടുത്താൽ കണക്ക് ചെയ്താൽ ശരിയാവില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ടു സൈൻ കൊണ്ടുവരണം. ആ ഈക്വൽ ടു സൈൻ കൊണ്ടുവരാൻ ഞാൻ ചെയ്യുമെന്ന മെത്തേഡ് ശ്രദ്ധിച്ചേ. എന്താന്ന് നോക്കിക്കോ. ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ ത്രൂ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി തരുന്നത്. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഞാൻ ഈക്വൽ ടു സൈൻ ആക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഞാൻ ഒരു എക്സാമ്പിൾ ത്രൂ മനസ്സിലാക്കി തരുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് 100 പ്രൊപ്പോർഷണൽ ടു 50 എഴുതി. 100 പ്രൊപ്പോർഷണൽ ടു 50 എഴുതി. ഞങ്ങൾക്ക് 100 ഈക്വൽ ടു 50 എന്ന് എഴുതാൻ പാടില്ല. ഇല്ല, തെറ്റാണ്. ഒരിക്കലും എഴുതാൻ പാടില്ല. ഇത് തെറ്റാണ് അല്ലേ? ഇത് തെറ്റാണ്. 100 ഈക്വൽ ടു 50 എഴുതാം. അപ്പോ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈന് പോക്കണമെങ്കിൽ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈന് പോക്കിയിട്ട് ഈക്വൽ ടു ആക്കണമെങ്കിൽ ഞാൻ ഇവിടെ ആരെങ്കിലും കൊണ്ടുവരണം. ഈ 50 ഇവിടെ ആരെങ്കിലും കൊണ്ടുവരണം. എന്ത് കൊണ്ടുവരണം? ഇവിടെ ഗുണിക്കണം 2 എന്ന് പറഞ്ഞൊരു സാധനത്തിന് കൊണ്ടുവരണം അല്ലെ? ഓക്കെ ആണല്ലോ? ഇനി അടുത്തൊരു എക്സാമ്പിൾ. 10 പ്രൊപ്പോർഷണൽ ടു 2. 10 ഈക്വൽ ടു 2 എഴുതാൻ പാടില്ല. ഇല്ല, എന്ത് ചെയ്യണം? ഞാൻ 10 ഈക്വൽ ടു 2 എഴുതിയത് തെറ്റല്ലേ? അതിന് പകരം ഞാൻ ചെയ്യണം ഈ 2ന്റെ ഇവിടെ ഒരാളെ കൊണ്ടുവരണം. ആരാ? 5. അപ്പൊ നമ്മളെ പ്രൊപ്പോർഷണാലിറ്റി സൈഡ് മാറിയിട്ട് ഈക്വൽ ടു ചിഹ്നം വരുന്ന സമയം എന്താ മാറ്റം വരുന്നത് നോക്കിയാട്ടെ. ഒരു പുതിയൊരു കോൺസ്റ്റന്റ്, ഒരു സംഖ്യനെ കൊണ്ടുവരുന്നത് അല്ലെ? ഒരു പുതിയ ആളെ ഇവിടെ കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടുത്തെ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈഡ് മാറിയിട്ട് ഈക്വൽ ടു, അതായത് ആർ ഈക്വൽ ടു എൽ ബൈ എ എന്ന് എഴുതാൻ പാടില്ല. എന്താ കാരണം? ഇവിടെ എന്തെങ്കിലും ഒരു നമ്മളൊരു ഇതേപോലെ 2 അല്ലെങ്കിൽ ഇതാ ഈ കേസിലുള്ള 5നെ പോലെ ഇവിടെ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റിനെ കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ ഒരു കോൺസ്റ്റന്റിനെ കൊണ്ടുവന്ന് ശ്രദ്ധിച്ചോ. ആ കോൺസ്റ്റന്റ് ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. നോക്കിയാൽ ആർ ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ. നേരത്തെ ഈ കേസിലുള്ള കോൺസ്റ്റന്റ് ഉണ്ടാ. ഇപ്പൊ 10 പ്രൊപ്പോർഷണൽ ടു 2 എന്ന് പറയുമ്പോൾ 10 ഈക്വൽ ടു 2 എന്ന് എഴുതാൻ പാടില്ല. ആ 10 ഈക്വൽ ടു 2 പകരം എന്ത് ചെയ്യണം? ഇവിടെ ഒരു ഇൻറ്റു 5 കൊണ്ട് ഗുണിച്ചാൽ 2 ഇൻറ്റു 5 എന്തായി? 10 ഈക്വൽ ടു 10. അപ്പൊ ഇവിടെ ഞാൻ ഈ ഈക്വൽ ടു സൈന് കൊണ്ടുവരാൻ എന്ത് ചെയ്ത്? പുതുതായിട്ട് ഒരാളെ ഇവിടെ ഗുണിച്ചല്ലേ? അതുപോലെ തന്നെ ഇവിടെ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈന് മാറ്റിയിട്ട് ഈക്വൽ ടു സൈന് കൊണ്ടുവരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? പുതുതായിട്ട് ഒരു കോൺസ്റ്റന്റിന് ഒരാളെ കൊണ്ടുവരണം. ആ കോൺസ്റ്റന്റ് ആണ് ഇതാ ഇയാള് റോ. എന്താ പറയാ? റോ എന്നാണ് ഇതിന് പറയാ. റോ. ഓക്കെ അല്ലേ? റോ എന്നാണ് പേര് പറയാ. ഓക്കെ. ഇനി ഈ റോന് നമ്മൾ ഈ സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറയുന്ന പേര്, ഈ ചിഹ്നത്തിന് നമ്മൾ റോ എന്നാ പറയാ. ഇതിന്റെ പറയുന്ന പേര് റെസിസ്റ്റിവിറ്റി എന്ന് പറയാം. റെസിസ്റ്റിവിറ്റി. ഓക്കെ ആണല്ലോ? ഈ ചിഹ്നത്തിൽ നമ്മൾ പറയുന്നത് വരുന്ന റെസിസ്റ്റിവിറ്റി. ഓക്കെ ആണല്ലോ? ഇപ്പോ ആർ പ്രൊപ്പോർഷൻ ടു എൽ ബൈ എ. ഈ എൽ ബൈ എ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷണാലിറ്റി സൈന് മാറ്റാൻ ഞാൻ എന്ത് ചെയ്ത്? ഈക്വൽ ടു സൈൻ കൊണ്ടാണ്. ഈക്വൽ ടു സൈനോട് ഒരു കോൺസ്റ്റന്റ് വേണമെന്ന് പറഞ്ഞാൽ ആ കോൺസ്റ്റന്റ് ആണ് ആര്? റെസിസ്റ്റിവിറ്റി. ഇനി റെസിസ്റ്റിവിറ്റി എന്താ ശ്രദ്ധിച്ചോ.
റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. എന്താ? കറണ്ടിനെ തടസ്സപ്പെടുത്താനുള്ള ആ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി, അതിന്റെ കഴിവിനെ എന്താ പറയാ? റെസിസ്റ്റിവിറ്റി എന്ന് പറയാം. റെസിസ്റ്റിവിറ്റി. So what is resistivity? എന്താ resistivity എന്ന് വെച്ചാൽ it is the property of a material to block current when it flow through it. ഒരു മെറ്റീരിയലിന്റെ കഴിവ്, പ്രോപ്പർട്ടിയാണ്. ഇപ്പം ആ കറണ്ട് വരുമ്പോൾ അതിനെ തടസ്സം ചെയ്യാനുള്ള കഴിവ് എന്താ പറയുക? റെസിസ്റ്റിവിറ്റി എന്ന് പറയാം. റെസിസ്റ്റൻസ് എന്താ? യെസ്, തടസ്സം തന്നെയല്ലേ? റെസിസ്റ്റൻസ് തടസ്സം തന്നെയാണ്. പക്ഷെ റെസിസ്റ്റൻസ് എന്തെല്ലായിട്ട് ബന്ധമുണ്ട്? എല്ലും എയിലായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി. ഇപ്പൊ ഞാനിപ്പോ സിൽവർ എടുക്കുകയാണെങ്കിൽ സിൽവറിന് റെസിസ്റ്റിവിറ്റി വളരെ കുറവാണ്. റെസിസ്റ്റിവിറ്റി വളരെ കുറവായതുകൊണ്ട് സിൽവർ എന്ത് ചെയ്യും? നല്ലോണം ഇലക്ട്രിസിറ്റി കടത്തിവിടും. പക്ഷെ ഞാൻ ഇനി അതിന് പകരം ടങ്സ്റ്റൺ എടുത്താലോ? ടങ്സ്റ്റൺ ഹൈ റെസിസ്റ്റീവ് മെറ്റീരിയലാണ്. നല്ല റെസിസ്റ്റിവിറ്റി കൂടുതലുള്ള മെറ്റലാണ് ടങ്സ്റ്റൺ. ടങ്സ്റ്റൺ എന്ത് ചെയ്യും? പരമാവധി അതിനെ തടഞ്ഞു നിർത്തും. അപ്പൊ റെസിസ്റ്റിവിറ്റി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റൽ ഓർ മെറ്റീരിയൽ ടു ബ്ലോക്ക് കറണ്ട്. വൈദ്യുതിയെ തടസ്സപ്പെടുത്താനുള്ള ഒരു മെറ്റീരിയലിന്റെ കഴിവിനെയാണ് എന്ത് പറയാ? റെസിസ്റ്റിവിറ്റി എന്ന് പറയും. ഓക്കെ.